മൂവരും ജഗന്റെ വീട്ടിലേക്കെത്തി. കാർ നിർത്തിയ ശബ്ദം കേട്ടതും നീലിമയുടെ ഹൃദയം ശക്തിയായി മിടിച്ചു. അടുത്ത നിമിഷം തന്നെ ഒരു കുഞ്ഞിൻ്റെ പൊട്ടിക്കരച്ചിൽ അവളുടെ കാതുകളിലെത്തി. അമ്മ! കരഞ്ഞുകൊണ്ട് അരുൺ ഓടി വന്ന് നീലിമയെ കെട്ടിപ്പിടിച്ചു. അമ്മേ, ഇവരെന്നെ ഒരുപാട് വഴക്ക് പറഞ്ഞു, ഒരുപാട് അടിച്ചു. വിക്കി വിക്കി കരഞ്ഞുകൊണ്ട് പറഞ്ഞ അവനെ നീലിമ വിറച്ച കൈകളോടെ എടുത്തുയർത്തി. മോനെ, എന്താ പറ്റിയേ? അവൻ്റെ മുഖം മുഴുവൻ കണ്ണുനീർ നിറഞ്ഞിരുന്നു. കഴുത്തിൽ ചുവന്നു കിടക്കുന്ന വിരൽപ്പാടുകൾ കണ്ടതും നീലിമയുടെ നെഞ്ചു പിടഞ്ഞു. ഇതാരാ എൻ്റെ മോനെ ഇങ്ങനെ അടിച്ചേ? അവൾ വിറക്കുന്ന ശബ്ദത്തിൽ ചോദിച്ചു. അരുൺ വീണ്ടും പൊട്ടിക്കരഞ്ഞു. അതേസമയം അനിത ദേഷ്യത്തോടെ മുന്നിലേക്ക് വന്നു. ജഗൻ, കണ്ടോ ഇവൻ്റെ സ്വഭാവം? ഒരു അനുസരണയും അച്ചടക്കവുമില്ലാത്ത കുഞ്ഞാണിവൻ. എൻ്റെ പുതിയ ഐപാഡ് നിലത്തേക്ക് എറിഞ്ഞ് പൊട്ടിച്ചിട്ടുണ്ട്. അത് കേട്ടതും അരുൺ കണ്ണീരിനിടയിലും തലയാട്ടി. അല്ല അമ്മേ, ഞാൻ അറിഞ്ഞതല്ല. അനിതാൻ്റെ എൻ്റെ കയ്യിൽ തട്ടിയപ്പോൾ അറിയാതെ താഴെ വീണതാ. അതിനാ ചേച്ചി എന്നെ ഇത്രയും അടിച്ചത്. അവൻ കഴുത്തു കാണിച്ചു കൊടുത്തതും നീലിമയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ഇത്രയും നേരം മിണ്ടാതെ നിന്ന ജഗൻ പെട്ടെന്ന് അനിതയ്ക്ക് നേരെ തിരിഞ്ഞു. മതി അനിത! അവൻ്റെ ശബ്ദം ഉയർന്നതോടെ എല്ലാവരും ഞെട്ടി. ഒരു കുഞ്ഞിനോട് ഇങ്ങനെയാണോ പെരുമാറേണ്ടത്? ദിയുടെ അത്ര പ്രായമില്ല അരുണിന്. സംഭവിച്ചത് എന്താണെന്ന് പോലും ചോദിക്കാതെ അടുക്കുകയാണ് നീ ചെയ്തത്. ജഗൻ, ഞാൻ പറഞ്ഞത് നീ ഒന്നും പറയണ്ട. ഒരു ഐപാഡ് പൊട്ടിയതിനേക്കാൾ വലുതാണ് ഒരു കുഞ്ഞിൻ്റെ മനസ്സ്. അത് മനസ്സിലാക്കാൻ ശ്രമിക്കണം നീ. ജഗൻ്റെ വാക്കുകൾ കേട്ടതും അനിതയുടെ മുഖം വലിഞ്ഞു മുറുകി. നീലിമയും ദേഷ്യത്തോടെ മുന്നോട്ട് വന്നു. ഒരു കുഞ്ഞിനെ ഇങ്ങനെ ഉപദ്രവിക്കാൻ എങ്ങനെയാണ് നിനക്ക് മനസ്സ് വന്നത്? കഴുത്തിൽ കിടക്കുന്ന ഈ പാടുകൾ കണ്ടില്ലേ? ഇതാണോ നിന്റെ അച്ചടക്കം? നീലിമ, അവൻ മിണ്ടരുത് നീ. ഞാൻ നിന്റെ ഭർത്താവിൻ്റെ കൂടെ വരുന്നതിനും ദിയോട് സംസാരിക്കുന്നതിനും അസൂയല്ലടി നീ ഇതെല്ലാം ചെയ്തത്. ഇനിയൊരിക്കൽ എൻ്റെ മകൻ്റെ ദേഹത്തേക്ക് കൈവച്ചാൽ ഞാൻ നോക്കി നിൽക്കില്ല. ഓർമ്മയിരിക്കട്ടെ നിനക്കിത്. നീലിമയുടെ കണ്ണുകളിൽ തീ കണ്ടതും അനിത അറിയാതെ ഒരു പടി പിന്നോട്ട് മാറി. അരുൺ ഇപ്പോഴും അമ്മയെ മുറുകെ പിടിച്ചുകൊണ്ട് കരയുകയാണ്. പുറത്തു നിന്നുള്ള ബഹളം കുട്ടിയുടെ കരച്ചിലും കേട്ടാണ് ശാരദാമ്മ വേഗത്തിൽ പുറത്തേക്ക് വന്നത് തന്നെ. കയ്യിൽ ഒരു ആരതി തട്ടും ഉണ്ടായിരുന്നു അവരുടെ. ദിയുടെ നിർബന്ധം കൊണ്ടാണ് നീലിമ വീട്ടിലേക്ക് വന്നതെങ്കിലും അവൾ ആദ്യമായാണ് ആ വീടിൻ്റെ പടിവാതിൽക്കൽ കടക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ദൃഷ്ടിദോഷവും ഏൽക്കരുതെന്ന് അമ്മയുടെ മനസ്സോടെ ശാരദാമ്മ ആരതിയുമായി വന്നത്. മതി, എല്ലാവരും ഒന്ന് മാറി നിൽക്ക്. ശാരദാമ്മയുടെ ശബ്ദം ഉയർന്നു. ആദ്യം ആരതി എടുത്തിട്ട് അകത്തേക്ക് കയറാം. നീലിമയെ നോക്കി അവർ സ്നേഹത്തോടെ പുഞ്ചിരിച്ചു. വാ മോളെ, വലതുകാൽ വെച്ച് അകത്തേക്ക് കയറൂ. നീലിമ ഒന്നും അടിച്ചു. വേണ്ടമ്മേ, ഞാൻ ഒന്നും പറയണ്ട, നീ എൻ്റെ മക്കളാണ്, അകത്തേക്ക് കയറൂ. അത് കേട്ടതും ജഗൻ അകത്തേക്ക് കയറാൻ തുടങ്ങി. ജഗൻ! ശാരദയുടെ കർക്കശമായ വിളി കേട്ട് അവനൊന്ന് നിന്നു. നീ എങ്ങോട്ടേക്ക് കയറുന്നത്? അമ്മേ, ഞാൻ ആദ്യം ദിയെടുത്ത് നീലിമയുടെ അടുത്തേക്ക് കൊണ്ടുപോയി നിൽക്ക്. അമ്മയുടെ വാക്ക് ധിക്കരിക്കാൻ ജഗനും കഴിഞ്ഞില്ല. അവൻ ദിയെ കോരിയെടുത്ത് പതുക്കെ നീലിമയുടെ അരികിലേക്ക് വന്നു നിന്നു. ഒരു നിമിഷം നീലിമ അവനെ കത്തുന്ന നോട്ടത്തോടെ നോക്കി. ആ നോട്ടത്തിൽ പരിഭവവും ദേഷ്യവും വേദനയും ഒരുപോലെ ഉണ്ടായിരുന്നു. ജഗൻ കണ്ണുകൾ താഴ്ത്തി നിന്നു. നീലിമ ഉടനെ ദിയെ തൻ്റെ കൈകളിലേക്ക് ചേർത്തു. ദിയാമ്മ! ദിയയും അവളുടെ കഴുത്തിൽ ചുറ്റിപ്പിടിച്ചു. നീലിമ അവളുടെ മുടി അഴകിൽ തലോടിക്കൊണ്ട് മൃദുവായി പറഞ്ഞു. ദിയമോളെ, അച്ഛനൊരിക്കലും ദേഷ്യം പിടിപ്പിക്കരുത് കേട്ടോ. അച്ഛൻ പറയുന്നത് അനുസരിക്കണം. ശരി മമ്മി. സമയത്തിന് ഭക്ഷണം കഴിക്കണം, മരുന്ന് മുടിക്കരുത്, രാത്രിയിലധികം ഉറക്കം കളയരുത്. ദിയ ഓരോ വാക്കും ശ്രദ്ധയോടെ കേട്ടുനിന്നു. സ്കൂളിൽ പോയി നല്ല പോലെ പഠിക്കണം, ടീച്ചർമാരുടെ വാക്ക് കേൾക്കണം, എല്ലാവരോടും സ്നേഹത്തോടെ തന്നെ പെരുമാറണം കേട്ടോ. കേൾക്കും മമ്മി. കരയരുത്. എന്തെങ്കിലും വിഷമം വന്നാൽ ഉടനെ തന്നെ എന്നെ വിളിക്കണം. ദിയയുടെ കണ്ണുകൾ നിറഞ്ഞു. മമ്മി! എന്താ മോളെ? മമ്മി ദിവസവും എന്നോട് സംസാരിക്കുമോ? ഞാൻ നിങ്ങളുടെ ഫോണിനായി കാത്തിരിക്കും. അവളുടെ വാക്കുകൾ കേട്ടത് നീലിമയുടെ ഹൃദയം വിങ്ങിപ്പൊട്ടി. അവൾ ദിയെ നെഞ്ചോട് ചേർത്ത് മുറുകെ കെട്ടിപ്പിടിച്ചു. സംസാരിക്കും മോളെ, എല്ലാ ദിവസവും സംസാരിക്കും. അവളുടെ നെറ്റിയിലും കവിളിലും നിറയെ ഉമ്മകൾ നൽകി. എൻ്റെ മോളെ ഞാൻ ഒരിക്കലും മറക്കില്ല. ദിയയും നീലിമയും കവിളിൽ ഉമ്മ വെച്ചു. ഐ ലവ് യു മമ്മി. കണ്ണുനീരിനിടയിലും നീലിമ ചിരിച്ചു. ഞാനും ഒരുപാട് സ്നേഹിക്കുന്നു എൻ്റെ പൊന്നുമോളെ. ആ രാത്രി ദിയ ഒരു നിമിഷം പോലും നീലിമയുടെ മടിയിൽ നിന്ന് എഴുന്നേൽക്കാൻ തയ്യാറായില്ല. മമ്മി, ഒരു കഥ പറയോ? കുഞ്ഞിൻ്റെ കണ്ണുകൾ നിറഞ്ഞു നിന്ന് പ്രതീക്ഷ കണ്ടപ്പോൾ നീലിമ പുഞ്ചിരിച്ചു. ഒരു കഥയോ? അതോ ഒരുപാട് കഥകളോ? ഒരുപാട്.
അത്രയും കേട്ടാൽ എൻ്റെ മോൾ ഇറങ്ങില്ലല്ലോ ഇന്ന്. ഇല്ല മമ്മി, പറഞ്ഞാൽ ഞാൻ ഇറങ്ങും. നീലിമ അവളുടെ നെറ്റിൽ മൃദുവായി തലോടി. ശരി എങ്കിൽ ഒരു രാജകുമാരിയുടെ കഥ പറഞ്ഞു തരാം. ദിയ ആവേശത്തോടെ അവളുടെ നെഞ്ചിലേക്ക് ഒന്നുകൂടി ചേർന്നു കിടന്നു. ഒരിടത്ത് ഒരു കുഞ്ഞു രാജകുമാരി ഉണ്ടായിരുന്നു. എല്ലാവരെയും സ്നേഹിക്കുന്ന, എല്ലാവരെയും ചിരിപ്പിക്കുന്ന ഒരു പാവം രാജകുമാരി. എന്നെ പോലെയാണോ? ദിയയുടെ ചോദ്യം കേട്ട് നീലിമ പൊട്ടിച്ചിരിച്ചു. അതെ, എൻ്റെ ദിയയെപ്പോലെ തന്നെ. കഥ മുന്നോട്ട് പോകുന്തോറും ദിയയുടെ കണ്ണുകൾ അത്ഭുതത്തോടെ വിടർന്നു. ഓരോ കഥാപാത്രത്തെക്കുറിച്ചും അവൾ ചോദിച്ചു. അപ്പോൾ രാജകുമാരി പേടിച്ചില്ലേ? ഇല്ല, കാരണം അവളുടെ കൂടെ ഒരുപാട് സ്നേഹിക്കുന്ന ആളുകളുണ്ടായിരുന്നു. അമ്മയും. അതെ, അമ്മയും. ആ മറുപടി കേട്ടപ്പോൾ ദിയ സംതൃപ്തിയോടെ പുഞ്ചിരിച്ചു. ഒരു കഥ കഴിഞ്ഞപ്പോൾ അടുത്ത കഥ, അടുത്തത് കഴിഞ്ഞപ്പോൾ വീണ്ടും മറ്റൊന്ന്. സമയം എത്ര കടന്നുപോയെന്ന് ആരും അറിഞ്ഞില്ല. വാതിൽക്കൽ ചാരി നിന്ന ജഗൻ ആ കാഴ്ച ഇമവെട്ടാതെ നോക്കി നിന്നു. ദിയയുടെ ഓരോ ചിരിക്കും ഒപ്പം ചിരിക്കുന്ന നീലിമ. ഓരോ ചോദ്യത്തിനും ക്ഷമയോടെ മറുപടി പറയുന്ന നീലിമ. കുഞ്ഞിൻ്റെ മുടിയിലൂടെ വിരലോടിച്ച് കഥ പറയുന്ന നീലിമ. ഇന്നലെ തന്നെ ദേഷ്യത്തോടെ തൻ്റെ മുഖത്ത് നോക്കി സംസാരിച്ച പെൺകുട്ടി ഇത് തന്നെയാണോ എന്ന് ജഗന് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. തന്നോട് മാത്രമാണ് അവൾക്ക് ഇത്രയും ദേഷ്യം. ഇത്ര സ്നേഹമുണ്ടായിരുന്നിട്ടും, ഇത്ര വാത്സല്യമുണ്ടായിരുന്നിട്ടും അവൾ അതെല്ലാം ഇത്രയും നാളും മനസ്സിൽ ഒളിപ്പിച്ചിരുന്നുണ്ടായിരുന്നു. അവൻ്റെ കണ്ണുകൾ അറിയാതെ തന്നെ നീലിമയെ തറഞ്ഞു നിന്നു. അവസാനം കഥ കേട്ടുകൊണ്ടിരിക്കെ ദിയയുടെ കണ്ണുകൾ പതിയെ അടഞ്ഞു. മമ്മി, എന്താ മോളെ? നാളെ വീണ്ടും കഥ പറഞ്ഞു തരുമല്ലോ? നീലിമ അവളുടെ കുഞ്ഞു നെറ്റിയിൽ ഒരു ഉമ്മ നൽകി. തീർച്ചയായും. എൻ്റെ മോൾ ഉറങ്ങിക്കഴിഞ്ഞാൽ നാളെ പുതിയ കഥയുമായി മമ്മി വരും. ദിയയുടെ ചുണ്ടിൽ ഒരു കുഞ്ഞു പുഞ്ചിരി വിരിഞ്ഞു. അടുത്ത നിമിഷം അവൾ ശാന്തമായി ഉറക്കത്തിലേക്ക് വഴുതി വീണു. നീലിമ അവളെ പതുക്കെ കിടക്കയിലേക്ക് കിടത്തി പുതപ്പ് പുതപ്പിച്ചു. ഒരു നിമിഷം കൂടി അവളുടെ മുഖത്തേക്ക് നോക്കി നിന്ന ശേഷം പതിയെ എഴുന്നേറ്റു. കുറച്ചു നേരം കഴിഞ്ഞ് ജഗൻ തന്നെയാണ് നീലിമയും അരുണിനെയും വീട്ടിലേക്ക് കൊണ്ടുപോകാൻ തീരുമാനിച്ചത്. യാത്ര മുഴുവൻ നീലിമ മൗനമായിരുന്നു. അരുണ് മാത്രം അവളുടെ മടിയിൽ കിടന്ന് എന്തൊക്കെയോ കുസൃതികൾ പറഞ്ഞുകൊണ്ടേയിരുന്നു. അതെല്ലാം ജഗൻ ശ്രദ്ധിക്കുന്നുണ്ട്. അവളുടെ മുഖത്തേക്ക് വിരിയുന്ന ചിരിയും കുസൃതിയും അവൻ കാറിൻ്റെ മിററിൽ കൂടി കാണുന്നുണ്ട്. കാർ പതിയെ നീലിമ താമസിക്കുന്ന വീടിൻ്റെ മുന്നിൽ വന്നു നിന്നു. വണ്ടി നിർത്തിയ ഉടൻ തന്നെ നീലിമ വാതിൽ തുറന്ന് പുറത്തേക്കിറങ്ങി. ഒരു നിമിഷം പോലും പിന്നിലേക്ക് തിരിഞ്ഞു നോക്കാതെ അവൾ അരുണിനെ കൈകളിലെടുത്തു. വാ മോനെ. അരുണ് അവളുടെ തോളിലേക്ക് കയറി കിടന്നു. വീട്ടിലേക്കുള്ള വഴിയിലൂടെ നടക്കുന്നതിനിടയിൽ പെട്ടെന്ന് അവൻ തിരിഞ്ഞു നോക്കി. ബായ്. കുഞ്ഞിക്കൈ ഉയർത്തിക്കൊണ്ട് ജഗനെ നോക്കി അവൻ ആവേശത്തോടെ കൈവീശി. ആ കാഴ്ച കണ്ടപ്പോൾ ജഗൻ്റെ ചുണ്ടിൽ അറിയാതൊരു പുഞ്ചിരി വിരിഞ്ഞു. അവനും പതിയെ കൈ ഉയർത്തി. ബായ് മോനെ. കാതിൽ ആ ചെറിയ കൈവീശൽ അലിഞ്ഞു പോയെങ്കിലും ആ നിമിഷം മാത്രം ജഗൻ്റെ മനസ്സിൽ എന്തോ ഒന്ന് പതിഞ്ഞിരുന്നു. അതിൻ്റെ പേര് അവനെപ്പോഴും മനസ്സിലായില്ല. വീട്ടുമുറ്റത്തേക്ക് കയറിയതും വാതിൽ തുറന്ന് പുറത്തേക്ക് വന്ന രചനയുടെ മുഖം സന്തോഷം കൊണ്ട് വിടർന്നു. നീലു, നീ വന്നോടി. അടുത്ത നിമിഷം അവൾ ചുറ്റും നോക്കി. ജഗൻ സാർ കൂടെ വരുന്നുണ്ട്. എന്നോട് ഒരു വാക്ക് പറഞ്ഞൂടായിരുന്നോ നിനക്ക്? പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഓഫീസിൽ നിന്ന് ലീവ് എടുത്തേനെ. പക്ഷെ രചനയുടെ മുഖത്തെ സന്തോഷം ഒരു നിമിഷം കൊണ്ട് മാഞ്ഞു. നീലിമയുടെ മുഖം കടുപ്പമായി. അവൾ രചനയെ ഒന്ന് തുറച്ചു നോക്കി. അതെ, അവൻ വന്ന് വാ മോളെ എന്ന് വിളിച്ചു. ഞാനും ഒരു നിമിഷം മയങ്ങി അവൻ്റെ പിന്നാലെ പോയി. അതാണ് നിന്നോട് പറയാൻ പോലും എനിക്ക് കഴിയാതിരുന്നത്. നീലു, ഇനി അതൊന്നും പറയണ്ട. മിണ്ടാതിരുന്നോണം നീ. നീലിമയുടെ ശബ്ദത്തിൽ അടക്കി വെച്ച ദേഷ്യം നിറഞ്ഞു നിന്നു. രചനയൊന്നും മനസ്സിലാകാതെ അവളെ നോക്കി. അടുത്ത നിമിഷം നീലിമയുടെ ഉള്ളിൽ കെട്ടിക്കിടന്ന ദേഷ്യം വാക്കുകളായി പുറത്തേക്ക് വന്നു. കാട്ടാളൻ. രചന നെട്ടി. അവനൊക്കെ മനുഷ്യനാണോ? പണമുണ്ടെന്ന അഹങ്കാരത്തിന് ചുറ്റുമുള്ള എല്ലാവരെയും അടിച്ചമർത്തി ഭരിക്കുകയല്ലേ അവൻ? ഒരു നിമിഷം നിർത്തി അവൾ ചിരിച്ചു. ആ ചിരിയിൽ പരിഹാസം മാത്രമായിരുന്നു. പക്ഷെ ഇത്തവണ അവന് ഞാൻ ഒരു പാഠം പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. എന്താ സംഭവിച്ചത് നീലു? രജനി ആകാംക്ഷയോടെ ചോദിച്ചു. നീലിമ പതിയെ സോഫയിലേക്കിരുന്നു. അവൻ്റെ മുന്നിൽ ആരും തലകുനിച്ച് നിൽക്കുന്നത് അവൻ വിചാരിച്ചിട്ടുണ്ടാകും. പക്ഷെ ഞാൻ അങ്ങനെയല്ല. അവൾ ഓരോന്ന് കാര്യം വിശദമായി പറഞ്ഞു കൊടുത്തു. അരുണിൻ്റെ കരച്ചിൽ, അനിതയുടെ പെരുമാറ്റം, ജഗനുമുണ്ടായ വാക്കുതർക്കം, ദിയോടൊപ്പമുള്ള ഓരോ നിമിഷവും എല്ലാം കേട്ടു കഴിഞ്ഞപ്പോൾ രജനിയുടെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നിരുന്നു. പാവം ദിയമോൾ, അവൾ പതിയെ പറഞ്ഞു. അവൻ പോയി മകളായി ജനിച്ചുവല്ലോ. നീലിമയും അത് കേട്ട് ഒന്ന് നെടുവീർപ്പിട്ടു.